ബാക്ക്ഗ്രൗണ്ട് അറിയാം. ആ പ്രണയത്തിൻ്റെ ആമുഖം എന്നുള്ള കവിത അച്ചടിച്ചു വന്ന കവിതയാണ്. പിന്നെ അവസാനം അത് തീരുന്നത് തന്നെ നമുക്ക് പ്രണയത്തിൻ്റെ ഒരു മഹത്തായ അർത്ഥത്തിലേക്കാണ്. ആകാശവും ഭൂമിയും പോലെ നമുക്ക് പ്രണയിക്കാം. അതായത് ഒരിക്കലും കൂട്ടുമുട്ടില്ലല്ലോ ആകാശവും ഭൂമിയും എന്നാണ് ആ കവിത അവസാനിക്കുന്നത് തന്നെ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടെ മുൻപ് സംസാരിച്ച ആൾ സൂചിപ്പിച്ച പോലെ തന്നെ കാശ് മുടക്കല്ല ഒരു സിനിമയുടെ മഹത്വം. നമുക്കറിയാം, അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത ഒരു വലിയ വ്യവസായിയുടെ കോടിക്കണക്കിന് രൂപ മുടക്കിയ സിനിമ പലതും പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. ഇവിടെ അത്യധികം കോടിക്കണക്കിന് രൂപയുടെ ഒന്നും മുടക്കില്ലാതെ ഇറക്കി ഈ സിനിമ. ഇവിടെ ഞാനിതിൻ്റെ ഒരു ആദ്യ രൂപം കണ്ടതാണ് ചെങ്ങന്നൂർ വെച്ച്. അന്ന് കണ്ടതിലേക്ക് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ, മനോഹരമായ ചിത്രീകരണം, നല്ല അഭിനയം, എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഈ സിനിമ വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സിനിമ വിജയിച്ചു കഴിഞ്ഞു. ഇനി സാമ്പത്തികമായ വിജയമാണ് ഇനി നമുക്ക് അടുത്ത് വേണ്ടത്. അതിന് വേണ്ടത് നമ്മുടെയൊക്കെ സഹകരണമാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകും. നമ്മുടെ എല്ലാ പക്ഷത്തു നിന്നും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഞാനും എൻ്റെ ഭാര്യ ലക്ഷ്മിയും മകൾ ഗംഗ കൈലാസും കൊച്ചുമകൻ രോഹനും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ 7 മണിക്ക് തിരിച്ചു പോകാം എന്ന് കരുതി വന്നതാണ്. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. മകൾക്ക് ചില അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തിരിച്ചു പോകേണ്ടതുണ്ട്. ഞങ്ങൾ ഉടനെ തിരിച്ചു പോകും. എന്തായാലും 2 വാക്ക് പറയാൻ അവസരം കിട്ടിയതിൽ സന്തോഷം. രമേശന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അടുത്തൊരു വലിയ സിനിമ, ആ സിനിമയുടെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറയണോ? പറയുന്നില്ല. ഒരു സിനിമയുടെ മനസ്സിലുണ്ടൊരു സിനിമ. തീർച്ചയായിട്ടും ആ സിനിമയും ഇതുപോലെ തന്നെ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേട്ട നിങ്ങളോട് നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു. ഈ സിനിമ